ഇന്ന് 9 ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. നാളെ 10 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. മറ്റന്നാൾ മുതൽ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. സ്വാതന സാജു വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സ്വാതന, അപ്പോൾ ഇന്നും വരും ദിവസങ്ങളിലും എല്ലാം കനത്ത മഴ തന്നെ പ്രതീക്ഷിക്കണം. സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മഴയുണ്ടാകും. അത് അതിശക്തമായ മഴയടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി കാലവർഷ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ പോലും സംസ്ഥാനത്തുടനീളം വ്യാപകമായി തന്നെ മഴയുണ്ടാകും എന്നാണ് അറിയിപ്പ് വരുന്നത്. ഇന്നിപ്പോൾ 9 ജില്ലകളിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ഈ 9 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. നാളെ 10 ജില്ലകളിൽ ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് നാളെയും ഉള്ളത് യെല്ലോ അലേർട്ടുകളാണ്. മറ്റന്നാൾ മുതൽക്ക് തന്നെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് അറിയിപ്പ് വരുന്നത്. മറ്റന്നാൾ മുതൽ അടുത്ത ഒരു 3 ദിവസത്തേക്ക്, അതായത് 3, 4, 5 തീയതികളിൽ സംസ്ഥാനത്തുടനീളം മഴയുണ്ടാകും. അത് അതിശക്തമായ മഴയടക്കം ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ 3-ാം തീയതി മുതൽ ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷിയാസ്, നിലവിലിപ്പോൾ ഈ കാലവർഷ കാറ്റ് ശക്തമായി തന്നെ കേരളത്തിലേക്ക് വീശുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യ വടക്കൻ ജില്ലകളിലാണ് ഈ കാറ്റിന്റെ ഒരു സ്വാധീനം കൂടുതലുള്ളത്. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മഴയും ലഭിക്കുക. അതുപോലെ തന്നെ മഴ മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾക്കും നിലവിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, സ്വാതന സാജു ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.